നവംബർ 1 2 കുട്ടികൾ മരണപ്പെടുന്നതിന് മുമ്പ് ഒക്ടോബർ 21 എന്താണ് അവിടെ സംഭവിച്ചത്? ഇതുവരെ വ്യക്തിഹത്യ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരാൾ വരും. ഇതെല്ലാം തുറന്നു കാട്ടും. അന്ന് പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴും. നിങ്ങൾ പേടിക്കുക തന്നെ വേണം അവൻ. പിന്നീട് ഓജീസ് കാന്താരി എന്ന് തന്റെ ഹോട്ടലിലോട്ട് വിളിച്ചു വരുത്തു. പിന്നീട് തന്റെ ലൈംഗിക ആവശ്യങ്ങൾ നടത്തിയെടുക്കും. ഓജിക്ക് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗേൾസിനെ മാത്രമേ അവിടെ വേണ്ടൂ. അത് ഭയങ്കര ലീൻ ആയിട്ട് ഭയങ്കര ഷോർട്ട് ആയിട്ടുള്ള അങ്ങനത്തെ ഗേൾസിനെയാണ് ഓജി ടാർഗറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പെണ്ണുങ്ങളെ സുഖിപ്പിക്കാൻ നല്ല ഈസി ആണെന്നാണ് പുള്ളി പറയാം. പ്ലീസ് ഇങ്ങനെ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ ആരെ കുറിച്ചും ഇങ്ങനെ ഇടാൻ പാടില്ല. എന്താണ് അവരുടെ ഫാമിലിയും ഞങ്ങളും അനുഭവിക്കുന്ന ട്രോമ. പ്ലീസ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. താങ്ക് യു. സെൻട്രൽ സ്റ്റേഷനിൽ നോൺ ബെയിലബിൾ ഓഫൻസ് ആണിത്. സെൻട്രൽ സ്റ്റേഷനിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം. ഹക്കീമിനെതിരെ നോൺ ബെയിലബിൾ. ഓക്കെ, വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, നോൺ ബെയിലബിൾ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. മീറ്റ് മിസ്റ്റർ സുനിൽ ഓജി, ഹക്കീം, ഡ്രേക്ക്. ഇവർ 3 പേരെ കുറിച്ചാണ് നമ്മുടെ ഒരു വീഡിയോക്കകത്ത് സംസാരിക്കുന്നത്. ഈ 3 പേരെ പറ്റിയിട്ട് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ 3 ഓഫ് ദം ആർ ഫൈൻ. 3 പിഴകളാണ്, നമ്മളെക്കാട്ടി വലിയ പിഴകളാണ് ഈ 3 പേരും. അപ്പം അതെന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോക്കകത്തോടെ സംസാരിക്കാം. അപ്പോൾ ആദ്യം തന്നെ സുനിൽ ഓജിനെ കുറിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഹക്കീം ഒരു വീഡിയോ തൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ സുനിൽ ഓജിനെ കുറിച്ചിട്ട് പല വീഡിയോസിലും ഇങ്ങനെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു, പുള്ളിയുടെ കുറച്ച് കലാപരിപാടികളെയൊക്കെ കുറിച്ചിട്ട് തന്നെ. അപ്പോൾ എന്താണെങ്കിലും ഹക്കീം ഇട്ടേക്കുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. കൊച്ചിയിലെ മദ്യവും ലഹരിയും വിളമ്പുന്ന നമ്പർ 8 ഹോട്ടലിലെ പാർട്ടിയിൽ പങ്കെടുത്ത് തുടർന്ന് ആ ഹോട്ടലുമായി ബന്ധപ്പെട്ട സൈജു തങ്കച്ചന്റെ ചേസിംഗിലൂടെ ആക്സിഡന്റായി മരണപ്പെട്ട മോഡൽസുകൾ ആരും മറന്നിട്ടുണ്ടാവില്ല. മദ്യവും ലഹരിയും വിളമ്പുന്ന ലൈംഗിക ചേഷ്ടകളെ വിൽപ്പന ചെയ്യുന്ന നമ്പർ 8 ഹോട്ടലിലെ ദുരൂഹതകൾ ആദ്യം പുറത്തു പറഞ്ഞത് അന്ന ജോൺസൺ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറാണ്. നവംബർ 1 2 കുട്ടികൾ മരണപ്പെടുന്നതിന് മുമ്പ് ഒക്ടോബർ 21 എന്താണ് അവിടെ സംഭവിച്ചത്? ഇതുവരെ വ്യക്തിഹത്യ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരാൾ വരും. ഇതെല്ലാം തുറന്നു കാട്ടും. അന്ന് പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴും. നിങ്ങൾ പേടിക്കുക തന്നെ വേണം അവൻ. നിർണായകമായ പല സത്യങ്ങളും അന്ന ജോൺസൺ പറയുന്നുണ്ട്. ബിസിനസ് മീറ്റിംഗ് എന്ന പേരിൽ പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കുന്ന അഞ്ജലി റീമാദേവാണ് അന്ന ജോൺസണെയും പെടുത്തിയത്. അഞ്ജലി റീമാദേവിനെ പോലെയുള്ളവരെ വളർത്തുന്നതിൽ എടുത്തു പറയേണ്ട പേരാണ് സുനിൽ ഓജി. അഞ്ജലി റീമാദേവ് എന്ന ക്രിമിനലിനെ പോലെ എത്ര പെൺകുട്ടികളുടെ രക്ഷകനാണ് സുനിൽ ഓജി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. രക്ഷകനിൽ നിന്ന് തുടങ്ങി പലതിനും പെൺകുട്ടികളെ യൂസ് ചെയ്യും. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഡ്രഗ് ആൾക്കാരെ കാണിച്ച് ആസ്വദിപ്പിച്ച് രുചി അറിയിച്ച ഒരു നാറിയാണ് അവൻ, ഓജി സുനിൽ. ആദ്യം ഒരു മെന്ററായി തുടങ്ങും പെൺകുട്ടികളുടെ ജീവിതത്തിൽ. സുനിൽ ഓജി ബംബിൾ എന്ന ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച് പെൺകുട്ടികളെ പരിചയപ്പെടും. പിന്നീട് ഓജീസ് കാന്താരി എന്ന് തന്റെ ഹോട്ടലിലോട്ട് വിളിച്ചു വരുത്തും. പിന്നീട് തന്റെ ലൈംഗിക ആവശ്യങ്ങൾ നടത്തിയെടുക്കും. ഓജിക്ക് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗേൾസിനെ മാത്രമേ അവിടെ വേണ്ടൂ. അത് ഭയങ്കര ലീൻ ആയിട്ട് ഭയങ്കര ഷോർട്ട് ആയിട്ടുള്ള അങ്ങനത്തെ ഗേൾസിനെയാണ് ഓജി ടാർഗറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പെണ്ണുങ്ങളെ സുഖിപ്പിക്കാൻ നല്ല ഈസി ആണെന്നാണ് പുള്ളി പറയാം. മാനിപ്പുലേഷൻ ആണ് മെയിൻലി ഈ സമയങ്ങൾ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനെല്ലാം തയ്യാറായി വരുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. പൈസയ്ക്ക് വേണ്ടിയും ആർഭാടത്തിന് വേണ്ടിയും സ്വയം സുനിലോജിയെ തേടിയെത്തുന്നതിന് പുറമെയാണ് മാനിപ്പുലേറ്റ് ചെയ്ത് സുനിലോജി സ്ത്രീകളെ യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ 6 വർഷമായിട്ട് സുനിലോജിയുടെ പേഴ്സണൽ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുന്ന കരോൾ എന്ന് പറയുന്ന സ്ത്രീയുടെ ഇൻവോൾവ്മെന്റ് സുനിലോജിയുടെ പല ആക്ടിവിറ്റീസിലുമുണ്ട്. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത സുനിലോജിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് കരോളാണ്. അതായത് ഓജി എന്ന് പറഞ്ഞ ആൾക്ക് സോഷ്യൽ മീഡിയാസ് അങ്ങനെ യൂസ് ചെയ്യാൻ അറിയില്ല. സോ ഏതെങ്കിലും ഇപ്പൊ ഒരു പാർട്ടിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഒരു പെൺകൊച്ചിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓജിക്ക് ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ കൊച്ചിനെ കാരലായിക്കും പോയിട്ട് മിണ്ടി ഇൻസ്റ്റഗ്രാമൊക്കെ തപ്പി ഓജിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. കരോളാണ് സുനിലോജിക്ക് വേണ്ടി പല പെൺകുട്ടികളെയും മെസ്സേജ് അയച്ച് സുനിലോജിയുടെ അടുത്തോട്ട് എത്തിക്കുന്നത്. പിന്നീട് ഇവരെ ഡ്രഗ്സിനെ അടിമപ്പെടുത്തുകയും ചെയ്യുന്നു. സുനിലോജിയുടെ പ്രവൃത്തികൾ പരസ്യമായ രഹസ്യമാണ്. എന്നാൽ ഇതിനെതിരെ പ്രതികരിക്കാനോ ശബ്ദമുയർത്താനോ ആളില്ല. സോ ഇതായിരുന്നു ഹക്കീം ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോ. ഇതിനകത്ത് 2 സ്ക്രീൻഷോട്ട് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. I was 25 when I met him. ഞാൻ പുള്ളി അറിയാതെയായിരുന്നു മീറ്റ് ചെയ്ത് കഴിഞ്ഞ് അന്ന് തന്നെ ഹി ടുക്ക് മീ ടു ഷോപ്പിംഗ്. എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് ഹി ഹിംസെൽഫ് സെലക്ടഡ് ആൻഡ് ഐ ആൾസോ ഓക്കെ വിത്ത് ദാറ്റ്. ഐ നോ, പക്ഷേ ഗേൾസിന് അറിയാം ഇതൊരു ട്രാപ്പാണ്. വൺസ് അവരുടെ ലൈഫ് സ്റ്റൈൽ ഇഷ്ടമായാൽ ബാക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പുള്ളി ഗേൾസിന് ഇഷ്ടംപോലെ ക്യാഷ് കൊടുക്കും എന്നൊക്കെ വിചാരിച്ചാണ് വരുന്നത്. പക്ഷേ ആക്ച്വലി പുള്ളി കണക്ക് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, 3 ഗേൾസ് ആയിരുന്നു പുള്ളിയുടെ സീക്രട്ട് കീപ്പർ എന്ന്. പുള്ളി ഞങ്ങളുടെ മുന്നിൽ വന്ന് ഓരോ ഡേറ്റിംഗ് കഥകൾ പറയും. ഈ ഡേറ്റിംഗ് കഥകളൊക്കെ ഇന്റർവ്യൂസിനകത്തും പുള്ളി വന്ന് സംസാരിക്കാറുണ്ട്. ചില ഗേൾസിനെ പറ്റി പറയുന്നത് കേട്ടാൽ തന്നെ ബാഡ് ആവും എനിക്ക്. ബിക്കോസ് ക്യാഷ് എക്സ്പെക്റ്റ് ആക്കി വരുന്നവരെ സെക്സ് ആൻഡ് പണി എടുപ്പിച്ച് പുള്ളി യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ അണ്ണന്റെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പുള്ളി തന്നെ ഇന്റർവ്യൂസിനകത്തൊക്കെ വന്ന് പറയാറുണ്ട്. മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഇവിടെ ഷുഗർ ഡാഡി ആപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു പുള്ളിയാണ്. സംഭവം എന്തിനാണ് ഏതിനാണെന്നുള്ളതൊക്കെ മനസ്സിലായല്ലോ. അതായത് ഇച്ചിരി ഹൈ പ്രൊഫൈൽ ടീംസ് ആയിട്ടുള്ള കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ച് ചെറിയ പ്രായത്തിലുള്ള കുറച്ച് പെൺകുട്ടികളെ കുറച്ച് ക്യാഷ് ഒക്കെ എറിഞ്ഞ് കുറെ പരിപാടികളൊക്കെ ഇവിടെ നടത്താമല്ലോ. അപ്പൊ ആ പരിപാടിയൊക്കെയാണ് പുള്ളി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ആ ഒരു വോയിസിനകത്ത് കേട്ടതുപോലെ കുറച്ച് സംഭവങ്ങൾ കുറച്ച് മെലിഞ്ഞിട്ട്
ആ ഒരു രീതിയിലൊക്കെയുള്ള സംഭവമാണ് നോക്കുന്നത്. ആൻഡ് ഇതിനകത്തിൽ ഏറ്റവും വലിയൊരു ഇതൊക്കെ സംസാരിക്കുമെങ്കിൽ പോലും ഇതിന് വില്ലിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഓക്കെ, ക്യാഷ് ഒക്കെ വിചാരിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള പല സംഭവങ്ങളും എനിക്ക് പേഴ്സണലി അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് സുനിലോചിനെ റിലേറ്റ് ചെയ്തല്ല, വേറെ കുറച്ചല്ലാത്ത കുറച്ച് ആളുകളുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ തന്നെ. ആൻഡ് ഇതേ സുനിലോചിനെ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ മുൻപ് അന്നൂസ് ഫുട്പാത്ത് നമ്പർ 18 ഹോട്ടലായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അന്ന ഗ്രേസ്, പുള്ളിക്കാരി ഈ അൻവിൻ ജോസിന്റെ സംഭവം എക്സ്പോസ് ആയിരിക്കുന്ന ആ ഒരു ടൈമിൽ ഒരു കമന്റ് അൻവിൻ ജോസിന്റെ വീഡിയോയുടെ താഴെ നമ്മൾ മുമ്പ് ഓൾറെഡി സംസാരിച്ചിരുന്നു. ആൻഡ് ഈ അൻവിൻ ജോസും സുനിലോജിയും ചങ്കും ചങ്കായിട്ടുള്ള ആൾക്കാരാണ്. ഇവർ അങ്ങനത്തെ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ പോസ്റ്റും ചെയ്തിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, കേരളത്തിലൊരു ബിഗ് ഡ്രഗ് ഡീലർ ഉണ്ട്, ഒത്തിരി പെൺകുട്ടികളെ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്, എൻ്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട്, ബട്ട് ഇവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതിന് കുറച്ച് ക്യാഷ് ആൻഡ് ഇൻഫ്ലുവൻസ് വേണം. ഇത് രണ്ടും എൻ്റെ കയ്യിലില്ല, നീ ക്യാഷ് ഇറക്കാമോ, ആളെ നിനക്കറിയാം, ഈ പോസിബിൾ കോൺടാക്ട് എന്ന് പറഞ്ഞ് നമ്പർ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെയൊക്കെ പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ ക്യാഷും വേണം, ഇൻഫ്ലുവൻസും വേണം. ഇത് രണ്ടുമുള്ള ആൾക്ക് മാത്രമേ ഇതിനകത്ത് വലിയ രീതിയിൽ പ്രതികരിക്കാൻ പറ്റുള്ളൂ. കാര്യം കുറേ നാളുകൊണ്ട് പുള്ളിക്കാരി പല കാര്യങ്ങളും വന്ന് സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു നീക്കുപോക്കും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഓൾറെഡി മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അബൌട്ട് ദിസ് നമ്പർ 18 ഹോട്ടലായിട്ട് ബന്ധപ്പെട്ട് തന്നെ. അതിനകത്ത് തനിക്കറിയാം അല്ലെങ്കിൽ നിനക്കറിയും എന്ന് പറഞ്ഞ അൻവിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്ന ഈ ഒരു വ്യക്തി മറ്റാരുമല്ല, സുനിലോജിനെ തന്നെയാണ്. ഓക്കെ, എന്താണെങ്കിലും ഇതിന് ശേഷം സുനിലോജി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി അന്വേഷിച്ച് ഇഷ്ടംപോലെ ആൾക്കാർ, ഇഷ്ടംപോലെ ഒന്നുമില്ല, 1-2 പേര് എന്നെ പറ്റി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാനാണെങ്കിലും പൊളിറ്റീഷ്യൻസിനേക്കാളും കൂടുതൽ ഓപ്പൺ ലൈഫാണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കണമെങ്കിൽ വേണമെങ്കിൽ നേരിട്ട് വിളിച്ച് ചോദിച്ചോട്ടാ, കുഴപ്പമൊന്നുമില്ല, ഒരു പ്രോബ്ലം ഇല്ല, എങ്ങനെ വേണമെങ്കിലും അന്വേഷിച്ചോ. പിന്നെ ഞാൻ നാളെ ഉച്ചയ്ക്ക് ഒരു ബോംബ് പൊട്ടിക്കുന്നുണ്ട്, കൂടെ ഒരു മിസൈലും ഇടുന്നുണ്ട്. തടുക്കാന്നുണ്ടെങ്കിൽ തടുത്തോ. സ്റ്റേ ട്യൂൺഡ് എന്നല്ലേ പറയണേ? എന്താണ് നിങ്ങൾ എല്ലാരും പറയണത്? സ്റ്റേ ട്യൂൺ ചെയ്തോ കേട്ടോ. നാളെ ഉച്ചക്ക് അതൊരു സംഭവമായിരിക്കും. ആദിയോസ് അമിഗോസ്. ഇതിനകത്ത് ഈ മിസൈൽ എന്ന് പറഞ്ഞേക്കുന്ന മറ്റൊന്നുമല്ല, ഇന്നൊരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രസ് കോൺഫറൻസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഓൺലൈൻ വീഡിയോസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഈ കരോളും ഈ ക്രിസ്മസ് പാപ്പയും കൂടെ വന്നിരുന്നിട്ട് ഹാപ്പി ക്രിസ്മസ് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചേക്കാണ്. പക്ഷെ അതിനകത്ത് കുറച്ചധികം കാര്യങ്ങളൂടെ സംസാരിക്കുന്നുണ്ട്. എന്നാണെങ്കിൽ നമുക്ക് ആദ്യം കരോളിന് പറയാനുള്ള കാര്യം നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പേര് കാരോൾ. ഞാൻ ഓജിയുടെ കൂടെ കുറെ നാളായിട്ട് ഞാൻ വർക്ക് ചെയ്ത ഒരാളാണ്. ഞാൻ ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് ഇവിടെ വെച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള എൻ്റെ ഒരു കാരണം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ആള് എൻ്റെ കുറച്ച് ഫോട്ടോസ്, വീഡിയോസ്, AI ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ഇമേജസ് ഇട്ടിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ് ദാറ്റ് യു ക്യാൻ സേ എനിത്തിങ് അബൌട്ട് എ വുമൻ ആൻഡ് ആരും ഒരു റിയാക്ട് അത് ചെയ്യില്ല. ഞാനിത് ഇങ്ങനെ ഒത്തിരി ഗേൾസിന് വരുമ്പോൾ ഞാനിത് അനുഭവിച്ചതാണ് പേഴ്സണലി. അവരവരുടെ ഫാമിലിയുടെ ഇമോഷണൽ സ്ട്രെസ്, ആ പെയിൻ, അത് ഒരാൾക്കും അത് മനസ്സിലാകില്ല. അനുഭവിച്ച ആൾക്കും മാത്രമേ അത് മനസ്സിലാകൂ. ഞാനത് അനുഭവിച്ച ഒരാളാണ്. ആ സ്ട്രെസ്, ആ ഇമോഷണൽ ട്രോമ ഇപ്പോൾ എന്നെ വിട്ടു പോയിട്ടുള്ളത് അതുപോലെ ഉണ്ടതാ. ഐ വിഷ് ഇങ്ങനെ ഒരു മനുഷ്യനും അത് വരാൻ പാടില്ല. ഞാൻ ഈ കാര്യം സ്ട്രോങ് ആയിട്ട് തന്നെ നിന്ന് എൻ്റെ ഫാമിലിയുടെയും സ്ട്രോങ് സപ്പോർട്ട് കൂടെ തന്നെയാണ് ഞാൻ മുമ്പോട്ട് വെച്ചേക്കുന്നത്. നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റത്തെ ഞാൻ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് ദ പോലീസ്. അവർ എൻ്റെ കാര്യം 24 hours ഉള്ളിൽ തന്നെ അവരെൻ്റെ നോൺ പേയബിൾ FIR രജിസ്റ്റർ ആക്കിയിട്ട് അവർ കേസ് എടുത്തിട്ടുണ്ട്. ഒറ്റൊരു കാര്യം മാത്രം ലാസ്റ്റിൽ പറയാനുള്ളൂ, പ്ലീസ് ഇങ്ങനെ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആരെ കുറിച്ചും ഇങ്ങനെ ഇടാൻ പാടില്ല. എന്താണ് അവരുടെ ഫാമിലിയും ഞങ്ങളും അനുഭവിക്കുന്ന ട്രോമ. പ്ലീസ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. താങ്ക് യു.
അല്ല, ഓൾറെഡി സുനിലോജിയുടെ ഒപ്പം ഉള്ള പെൺകുട്ടികൾ, ഗേൾസ്, ഇവരെയൊക്കെ കുറിച്ചിട്ട് ഓൾറെഡി കമന്റ് ബോക്സിൽ തന്നെ നമുക്ക് കുറെ സംഭവങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. പലരും പല കാര്യങ്ങളും പറയുന്നത് പുള്ളി അങ്ങനെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ പബ്ലിക്കാക്കി ഇടുമ്പോൾ കേൾക്കേണ്ടി വരുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. ആൻഡ് ഇതിന്റെ തൊട്ട് പിന്നാലെ തന്നെ ഹക്കീം ആണെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആരോ അയച്ച മെസ്സേജിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ്. ഞങ്ങൾ കരോളിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ബാംഗ്ലൂർ പോയപ്പോൾ ആണ് എനിക്ക് മനസ്സിലായ കരോൾ ഡു എവറി ഡേർട്ടി തിങ്സ് ഫോർ OG എന്ന്. അപ്പം അപർണ, കരോൾ, പിന്നെ OG പോയി നോക്കണ്ടേ ഒന്നുകൂടെ എന്ന് പറഞ്ഞിട്ട് ഇട്ടേക്കുന്നുണ്ടായിരുന്നു. ഇനി ഇതിന്റെ തൊട്ട് പിന്നാലെ മറ്റൊരു വീഡിയോ വരും എന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു അവരുടെ സ്റ്റോറിയിൽ ബാക്കി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ഇനി നമുക്ക് സുനിലോജി പറയുന്ന കേൾക്കാം. സുനിലോജി ഇങ്ങനെ ഒരു മീറ്റ് വെക്കുന്നതിന്റെ കാര്യം മറ്റൊന്നുമല്ല, പുള്ളിക്കെതിരെ ഈ പറയുന്ന അലിഗേഷൻ കാര്യങ്ങളൊന്നും വന്നതുകൊണ്ടല്ല, തന്റെ സ്റ്റാഫ് എംപ്ലോയി ആയിട്ടുള്ള ആ ഒരു കരോളിനെ വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വീഡിയോ വന്നതാണ് കേസ് കാര്യങ്ങൾ കൊടുക്കാനും ഇങ്ങനെ ഒരു മീറ്റ് വെക്കാനും ഒക്കെ ഉള്ളൊരു കാരണമായിട്ടുള്ളത്. നമുക്കൊന്ന് കേൾക്കാം. കഴിഞ്ഞ ഒരു 4 ദിവസം മുമ്പ് എൻ്റെ ഒരു എംപ്ലോയിയുടെ പേരിൽ വളരെ മോശമായിട്ടുള്ള ഒരു വീഡിയോ ഈ ഹക്കീം എന്ന് പറഞ്ഞ ഒരാൾ പോസ്റ്റ് ചെയ്തു. അത് ആ കുട്ടിയുടെ വീട്ടുകാരും ആ കുട്ടിയുടെ ഫ്രണ്ട്സും എല്ലാവരും എന്നെ വിളിച്ച് വളരെ ഒരു സാഡ് സീനായിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അവർക്ക് വ്യൂവർഷിപ്പ് കൂടാനും അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിയല്ല. അവർ എന്നെ യൂട്ടിലൈസ് ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. ഞാൻ അതിന് റിയാക്ട് ചെയ്യാനും പോയില്ല. ഞാൻ ആദ്യമേ റിയാക്ട് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു യു ഷുഡ് ഹാവ് റിയാക്റ്റഡ്, ബിക്കോസ് അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇത് വരില്ല എന്നുള്ളതായിരുന്നു എല്ലാവരും പറഞ്ഞത്. അപ്പം ഓക്കെ, അതിപ്പോൾ ഈ ടൈം ആയി റിയാക്ട് ചെയ്യാൻ. ഇപ്പം ഇവിടെ എല്ലാവരും പോണവനും എന്താ പറയുക, എല്ലാവരും ചുമ്മാ വ്യൂവർഷിപ്പ് കൂടാനായിട്ട് നമ്മളെ പറ്റി എന്തെങ്കിലും അടിക്കുക. അത് നിർത്തിയേ പറ്റും. അതിലുപരിയായിട്ട് ഒരു ഗേളിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചിട്ട് അവിടെ ഫ്യൂച്ചർ പോലെ പരിപാടിയല്ലേ. ഞങ്ങളത് വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കുകയും എൻ്റെ എംപ്ലോയി അത് കംപ്ലൈൻറ്റ് ചെയ്യും. സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് നോൺ ബെയിലബിൾ ഓഫൻസ് ആണിത്. സെൻട്രൽ സ്റ്റേഷനിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം, ഹക്കീമിനെതിരെ നോൺ ബെയിലബിൾ. ഓക്കെ, വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, നോൺ ബെയിലബിൾ ഓഫൻസ്. അത് നിങ്ങൾക്ക് സെൻട്രൽ സ്റ്റേഷനിൽ എപ്പോൾ ചെക്ക് ചെയ്താലോ കമ്മീഷൻ എടുത്ത് ചോദിച്ചാലോ അറിയാം. അത് FIR ഫയൽ ചെയ്ത് FIRന്റെ കോപ്പി എൻ്റെ കയ്യിലാണ്. ഇതായിരുന്നു ഒരു ബോംബ്. അടുത്തത് മിസൈൽ ഞാൻ ഡൽഹിയിൽ നിന്ന് വിട്ടിട്ടുണ്ട് അടുത്ത ആൾക്കാർ. അത് ഞാൻ പതുക്കെ ആക്കാം, മിസൈലല്ലേ വരും. അതാ, ഇത് പറ്റത്തില്ല. സംഭവം മറ്റൊന്നുമല്ലടേ, പുള്ളിയുടെ വീഡിയോസിനകത്തൊക്കെ കുറച്ചധികം നാളുകളായിട്ട് വന്നുകൊണ്ടിരുന്ന കമന്റ് ബോക്സിലും അല്ലാതെയൊക്കെ അല്ലറ ചില്ലറ കുറച്ച് പരിപാടികളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ സംഭവങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് വന്നു എന്നതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ പുള്ളി കേസ് കൊടുക്കാൻ കാരണമായിട്ടുള്ള എന്താണ്, പുള്ളിയുടെ പേരിൽ മാത്രമല്ല വന്നേക്കുന്നത്, ആ കരോളിന്റെ പേരും കൂടെ ഇതിനകത്ത് ഉൾപ്പെട്ടതുകൊണ്ടാണ് പുള്ളി ഇത്തരത്തിലുള്ള ആ ഒരു കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. കാര്യം വീട്ടിൽ നിന്ന് വരെ കൂടുന്നു. കാര്യം ഇയാളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നത് വലിയ നാണക്കേടാവുന്നു, പ്രശ്നമാവുന്നു, ഭാവിയെ തന്നെ ബാധിക്കുന്നുള്ളതിലൊക്കെ മനസ്സിലാക്കി അവരുടെ വീട്ടുകാർ അത്തരത്തിൽ പറഞ്ഞതായിരിക്കും ഇങ്ങനൊരു കാര്യത്തോടൊക്കെ പോയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു വ്യക്തിനെ കുറിച്ചിട്ട് കേരളത്തിൽ ഡ്രഗ്സ് ഒഴുകുന്ന ആളാണെന്നും മറ്റു പല കലാപരിപാടികളും പുള്ളിക്കുണ്ടെന്നും ഇതൊക്കെ നമ്മുടെ സിസ്റ്റത്തിലെ പല ആളുകൾക്കും അറിയുന്നതാണെന്നും എന്നാൽ അവരത് മനഃപൂർവ്വം കണ്ണടച്ച് നിൽക്കുന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ആദ്യം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റാരുമായിരുന്നില്ല, മരട് അനീഷായിരുന്നു. ഈ പറയുന്ന മരട് അനീഷിനെ പേഴ്സണലി അറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുള്ളി ഈ ഒരു പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനി പുള്ളി പറയുന്ന ബാക്കി കേൾക്കാം. ലീഗൽ സിസ്റ്റം ഉണ്ട്. സോഷ്യൽ മീഡിയ ഇസ് നോട്ട് കോടതി. നമുക്ക് പോലീസിന്റെ ഇതുണ്ട്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു പ്ലീസ് കംപ്ലൈന്റ് ടു ദ പോലീസ്. ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പോലീസിന്റെ കൂടെ ലെറ്റ് ദം ടേക്ക് ഓവർ. അത് നിങ്ങളല്ല ഒരാളെ കുറിച്ച് പബ്ലിക്കായിട്ട് ഇടണേ. എനിക്ക് ഡാമേജ് വരാത്ത കാരണം കുഴപ്പമില്ല. എൻ്റെ ഫ്രണ്ട്സിന് എന്നെ അറിയാം, എൻ്റെ ഫാമിലിക്ക് അറിയാം, എൻ്റെ പിള്ളേർക്ക് അറിയാം. പുള്ളി ഈ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. കാര്യം പലപ്പോഴും സ്വയം കോടതിയായിട്ട് ചെയ്യുന്ന രീതിയിലോട്ട് ഹക്കീം ആണെങ്കിലും ഡ്രേക്ക് ആണെങ്കിലും പോകാറുണ്ട്. കാരണം മറ്റൊന്നല്ല, ഇവരെ പറ്റിയിട്ട് ഓൾറെഡി എക്സ്പോസ്ഡ് ആയിട്ടുള്ള പല സാധനങ്ങളും ഉണ്ട്. നിങ്ങളിൽ പലർക്കും അറിയുന്നുണ്ടാവും അവരുടെ പല കേസും കാര്യങ്ങളൊക്കെ തന്നെ. ആൻഡ് ഇവർ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ചില സ്കാമുകളൊക്കെ എക്സ്പോസ് ചെയ്തുകൊണ്ട് നല്ല കുറച്ച് പരിപാടികൾ ഇവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ കൂടുതൽ വ്യൂവർഷിപ്പ് ഒക്കെ വരുമ്പോഴത്തേക്കിന് അതിൻ്റെ ഒരു കിക്കിൽ വേറെ കുറച്ച് പരിപാടികൾ കൂടി ഇവർ ചെയ്യാറുണ്ട്. അതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ. എന്താണെങ്കിൽ ഇതിന് ശേഷം ഡ്രേക്ക് ഇട്ടേക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, നമുക്കതൊന്ന് കാണാം. സുനിലോജി ആളെ മീതം 15,000 രൂപ കൊടുത്തിട്ട് കുറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് വീഡിയോ എടുപ്പിക്കുന്നത്, കുറെ പൈസ തന്നു കഴിഞ്ഞാൽ എന്ത് റിപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയെന്നും പറഞ്ഞു കഴിഞ്ഞാൽ സുനിലോജിയുടെ വിചാരം എന്താണ്? ഇതാണ് ബോംബും മിസൈലും ആണെന്നാണോ? ബോംബും മിസൈലും എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. സുനിലോജി പിക്കറ്റ് 43 സിനിമ ചെയ്ത സമയത്ത് ഇൻകം ടാക്സിന്റെ റെയ്ഡ് വന്നതും അസറ്റ് ഫ്രീസ് ആയതും അതിനുശേഷം സുനിലോജി എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്നും ഉള്ള കഥയും കൂടെ ഞാൻ തുടങ്ങാം. അതിനുശേഷം നമുക്ക് സുനിലോജി കൊച്ചിയിൽ പബ്ബുകളിൽ നടക്കുന്നതിന്റെ ലീലാവിലാസങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സുനിലോജി ഇന്നലെ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, അതായത് തടുക്കാൻ പറ്റുവാണെങ്കിൽ തടുക്കുന്നു, ഇത് തടുക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് തടുക്കണം.
ഇഡിയുമായിട്ടുള്ള ഇപ്പോഴത്തുള്ള ബന്ധം എന്താണെന്ന് കൂടെ നമുക്ക് തെളിയിക്കണമല്ലോ. സ്നേഹം പരക്കട്ടെ. തൽക്കാലം സ്നേഹം മാത്രമേ പരക്കുന്നു. അങ്ങനെ സ്നേഹം മാത്രം പരക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ഇതിനകത്ത് പറഞ്ഞേക്കുന്നതിൽ ഒരു തിരുത്തുണ്ട്. ഇതിനകത്ത് പൈസ കൊടുത്ത് കുറച്ച് ആൾക്കാരെ വിളിച്ചു എന്നുള്ളതല്ല, പൈസ കൊടുത്തിട്ടല്ല അവിടെ ഈ മീഡിയാസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ മീഡിയാസ്. ആൻഡ് മുമ്പ് ഡ്രേക്ക് ഇട്ടേക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, എന്താ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ പിന്നെ മനോരമയോ മാതൃഭൂമി ഏതൊരു ചാനലിലൂടെ വരുന്നുണ്ട്, അവർക്ക് ആളൊന്നിന് 15,000 രൂപ വെച്ച് കൊടുത്തിട്ടാണ് അവർ വരുന്നത് അങ്ങനെ റിപ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലൊക്കെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഡ്രേക്ക് പറയുന്നുണ്ടായി. പക്ഷേ എന്നാൽ ഇതേ സുനിലോജി മീറ്റിലിരുന്നുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ പൈസ കൊടുത്തിട്ടാണോ നിങ്ങൾ വന്നതെന്നുള്ള രീതിയിൽ. ആ പൈസ കൊടുത്തിട്ടല്ല. ഇതിനകത്തുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 of them are fine എന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഹക്കീം ആണെങ്കിൽ കുറേ സ്കാം എക്സ്പോസ് ചെയ്തിട്ടുണ്ട്, ഡ്രേക്ക് ആണെങ്കിൽ കുറേ സംഭവങ്ങൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്, സംഭവങ്ങളൊക്കെ ഓക്കെ ഫൈൻ. പക്ഷേ ഒരു വ്യൂവർഷിപ്പ് കുറച്ച് അധികമായി കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ഇതിൻ്റെ ഒരു കിക്കിൽ വേറെ കാണിച്ചുവിടുന്ന വേറെ കുറച്ച് പരിപാടിയുണ്ട്. ഹക്കീമിൻ്റെ കേസ് പറയാം. ഹക്കീം അജ്മൽ അമീറിൻ്റെ ആ ഒരു കാര്യത്തിൽ വോയിസ് ക്ലിപ്പിൻ്റെ പുറത്ത് വിട്ടത്, അത് പല ആൾക്കാർക്കും രണ്ടഭിപ്രായമുണ്ട്. അപ്പം അത് ഒരു സൈഡിലോട്ട് നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ നമ്മുടെ ബിഗ് ബോസിൽ ആര്യൻ്റെ മറ്റാരുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നൊരു ചാറ്റ് കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അത് എന്തിൻ്റെ പേരിലാണ് പുറത്ത് വിട്ടതെന്നുള്ളത് ഇപ്പോഴും ഹക്കീമിന് പോലും അറിയത്തില്ല. എന്തോ ചുമ്മാ കുറച്ച് ആൾക്കാരെ ഇക്കിളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന ഒരു സംഭവമായിരുന്നു. പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്നാൽ ഇതേ ആരും തന്നെ പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തു, അതിനിപ്പോൾ എന്താണ് പ്രശ്നം, എന്താണ്, ഞങ്ങൾ അങ്ങനെ ഇപ്പം മെസ്സേജ് അയക്കൂല, അതിനിപ്പോൾ എന്താണ് എന്നുള്ള രീതി തന്നെ. അത് ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുക, പ്രശ്നം ഉണ്ടാക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തൊരു സാധനമാണെന്നുണ്ടെങ്കിൽ എക്സ്പോസ് ചെയ്തതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് പറയാം. പക്ഷേ ഇത് ഒരു കാര്യമില്ലാതൊക്കെ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഓവർ വ്യൂവർഷിപ്പിൻ്റെ ഒക്കെ ഒരു കിക്ക് തലയിൽ കയറുമ്പോൾ ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്നുള്ള ചിന്തകളിലോട്ട് ഈ പറയുന്ന ഹക്കീം പോറുണ്ട്. ഇനി ഡ്രേക്കിന്റെ കേസ് പറയുമ്പോൾ ഈ അടുത്ത് അൻവിനെ എക്സ്പോസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ടൈമിൽ ഈഗിൾ ഗെയിമിങ്ങിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. ഈഗിൾ ഗെയിമിനെ പറ്റിയിട്ട് പറയാനുള്ള സംഭവങ്ങൾ പറയാം. എന്നിട്ട് മാസ് BGM ഒക്കെ കയറ്റിയിട്ട് കണ്ടോ, ഞങ്ങൾ ഇവിടുത്തെ വലിയ പോലീസ് ഉദ്യോഗസ്ഥരെ വരെ ഞങ്ങൾ കയറി ചാമ്പോ, അമ്മാതിരി പവറുള്ള ടീംസാണ് ഞങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഈ പറയുന്ന ഈഗിൾ ഗെയിമിനെ കുറിച്ചിട്ട് കുറെ പുന്നാര മക്കൾ കുറച്ച് സാധനങ്ങളാണെങ്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താ സംഭവം എന്നറിയോ, കുറെ ഫേക്ക് ഐഡിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത്തരത്തിൽ ഈഗിൾ ഗെയിമിങ്ങിന് ഒരുമാതിരി ചൊറിഞ്ഞ് അങ്ങേ മറ്റിടത്ത പരിപാടി കാണിക്കുന്ന ഒരു സാധനമുണ്ട്. പകല് വന്ന് ചെറിയ രാത്രി വന്നിട്ട് ഹലോ ഈ പറയുന്ന സാധനമാണ്. ഇത് ഈഗിൾ തന്നെയാണെങ്കിൽ പിന്നീട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളവന്മാരുടെ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഒന്നും നോക്കാതെ ഇത്തരത്തിൽ വന്നിട്ട് ഈഗിൾ ഗെയിമിങ്ങിനെ ആൾക്കാർക്ക് പിച്ച് ചീന്താൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്ത പോലത്തെ ഒരു പരിപാടി ഇവിടെ ഡ്രേക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈഗിളിനെ കുറിച്ച് ഒരു വീഡിയോ ഇടും എന്ന് പറഞ്ഞ ഇതേ ഡ്രേക്ക് തന്നെ പിന്നീട് പറഞ്ഞു അതിനകത്ത് ചില കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇനി അത് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു സാധനം പുറത്ത് വിടുന്നതിന് മുന്നേ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി നോക്കേണ്ടത് ഒരു സാധനം ചെയ്യണ്ടേ. അപ്പം സ്വയം കോടതിയായിട്ട് പല സമയങ്ങളിൽ ഇവർ മാറാറുണ്ട്. ആ ഒരു കാര്യം സുനിലോജി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി കേൾക്കാം. ഞാൻ എന്റെ പാർട്ടിയൊക്കെ ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട്, ബാക്കി എല്ലാവരെയും മാതിരിയല്ല. ഞാൻ എന്റെ പാർട്ടിയിൽ ഞാൻ ഡ്രിങ്ക് അടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട്. ഐ എം വെരി ഓപ്പൺ. എന്റെ ഇവിടെ പാർട്ടിയുണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട്. എന്ത് തറവാടിനെ കുറിച്ച് ഒരുത്തൻ എഴുതിയേക്കണമെന്ന് എന്തും അത് എൻ്റെ അമ്മയുടെ 175 കൊല്ലം പഴക്കമുള്ള തറവാടാണ്. അവിടെ എന്റെ പനങ്ങാട് പോയി അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പനങ്ങാടുകാർ പറഞ്ഞാൽ നല്ല കാര്യം. സോ ജസ്റ്റ് ഇമാജിൻ, അത് ഞങ്ങളുടെ ബിസിനസിനെ എഫക്ട് ചെയ്യണമല്ലേ. ചുമ്മാ അടിച്ചേക്കണം ഡ്രഗ് പാർട്ടി. വാട്ട് യു മീൻ ബൈ ഡ്രഗ്? ഞങ്ങൾ ഡ്രിങ്ക് അടിക്കുന്നുണ്ട്, തീർച്ച. ഇത് കള്ളക്കച്ചവടം നടത്തുന്ന സ്ഥാപനമാണ്. ഞങ്ങൾ ഡ്രിങ്ക് അടിക്കുന്നുണ്ട്. എൻ്റെ പാർട്ടിയിൽ ഡ്രിങ്ക്സ് ഉണ്ട്, 100% ഉണ്ട്. അത് ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഒരു പാർട്ടി, ഒരു പ്രൈവറ്റ് പാർട്ടി എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടോ? ഞാനിടും, എനിക്കൊരു കുഴപ്പമില്ല. സോ അതാണ് ഇവിടെ സംഭവിച്ചത്. പ്രൈവറ്റ് പാർട്ടി പ്രൈവറ്റ് ആയിട്ട് വെക്കാതെ പബ്ലിക്കായിട്ട് കൊണ്ടിട്ടപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ പബ്ലിക്കായിട്ട് തന്നെ അഭിപ്രായം പറയും. ഇങ്ങനെ അഭിപ്രായം പറയാൻ നിൽക്കുന്ന ആളുകളിലേക്ക് അവർക്ക് നിങ്ങളെ പറ്റിയിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൂടെ അറിയാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങളെ പറ്റിയിട്ട് അറിയുന്ന കുറച്ച് ഇൻഫർമേഷൻസ് കൂടി അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് കൊടുത്ത് അവരത് പുറത്ത് വിട്ടു. ഇതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. ഓക്കെ, എന്താണെങ്കിലും കുറേ നാളുകളായിട്ട് പുള്ളിനെ പറ്റിയിട്ട് കുറേ സംഭവങ്ങൾ, പുള്ളി ഒരു ഷുഗർ ഡാഡി സംഭവം, കുറച്ച് പരിപാടികളൊക്കെ ആണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഇങ്ങനെ റൂമേഴ്സ് അങ്ങും ഇങ്ങൊക്കെ നിൽപ്പുണ്ടായിരുന്നു. വേറെ കുറച്ച് ഡ്രഗ്സ് ഒഴുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ അലിഗേഷൻസ് ഒക്കെ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൂടെ വന്നപ്പോഴത്തേക്കിന്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കൂടെ വന്നപ്പോഴത്തേക്കിന് പുള്ളിയുടെ ബിസിനസ്സിന് പോലും കോട്ടം തട്ടി എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയി തുടങ്ങി. എനിക്കൊന്നും അതിൻ്റെയും കൂടെ ഒരു സംഭവം, ഒരു ഫ്രസ്ട്രേഷൻ എന്താണെങ്കിലും ഇതിനകത്തുണ്ട് എന്ന് തോന്നുന്നു. ആയിക്കോട്ടെ, അൺമീൻ ഫേക്ക് ആണെന്നുള്ളത് എന്റെ പ്രശ്നമല്ല. എന്റെ സുഹൃത്ത് 3 മാസത്തോളം സുഹൃത്താണ്. ഞാനൊരു കാര്യം ചോദിച്ചു, ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങളെ കണ്ടു. നിങ്ങൾ നാളെ വന്ന് നമ്മളായിട്ട് ഇഫ് യു ആർ ഗുഡ് ടു മീ, ഐ ആം ഗുഡ് ടു യു. യു ആർ മൈ ഫ്രണ്ട്. ഞാൻ എന്റെ ഫ്രണ്ടിനെയോ എന്റെ സ്റ്റാഫ്, അത് ഫീമെയിൽ സ്റ്റാഫ്, അങ്ങനെ വരുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യും. അൺവിന് ഐ ഡോണ്ട് റിയാക്ട്. ദാറ്റ് ഈസ് ഹിസ് പ്രോബ്ലം. ഐ ഡോണ്ട്.
ഇപ്പൊ എന്ത് പറ്റി എണ്ണ തുടക്കത്തിൽ പറഞ്ഞ നമ്മൾ തമ്മിൽ ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈബ് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്റെ ഫ്രണ്ട് ആണ്. പിന്നെ നിങ്ങൾ എന്താണോ പേഴ്സണൽ ലൈഫ് ആയിരിക്കാനായിട്ട് കാര്യമില്ല, നമ്മുടെ ഒരു വൈബ് സെറ്റ് ആണ്. പിന്നെ യു ആർ മൈ ഫ്രണ്ട്, ഫ്രണ്ടിന് വേണ്ടി ഞാൻ സംസാരിക്കും, എൻ്റെ എംപ്ലോയിക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. അപ്പൊ അൻവിന്റെ കാര്യം ചോദിച്ചപ്പം അൻവിൻ ഫ്രണ്ട് ആയിരുന്നു എന്നുള്ള രീതിയിലാണല്ലോ ഈ തുടക്കത്തിൽ ഈ ഒരു സാധനം പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് അൻവിന്റെ കാര്യമാണ്, എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്ത് പറ്റി അണ്ണനെ മനസ്സിലായോ? അൻവിന്റെ ഭാഗത്ത് നിന്ന് കുറെ സംഭവങ്ങളൊക്കെ പാളിച്ചകൾ പറ്റിപ്പോയി എന്നുള്ള രീതിയിൽ അലിഗേഷൻസ് ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നതാണ്. വേണമെങ്കിൽ വെച്ചാൽ പോട്ടെ കുറച്ച് നിൽക്കുന്ന കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ അതുപോലെ ഇപ്പം മറ്റേ മോഡൽ പറഞ്ഞ എന്തെങ്കിലും എന്റെ ജീവൻ വരെ ആപത്തുണ്ട്, നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്നയാളാണ് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ടൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടിട്ട് പോലുമില്ല. അതുപോലെ ആ മോഡൽ ആരാന്ന് എനിക്കറിയില്ല. ഞാനത് പറയണം, അതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ചെയ്യട്ടെ, എനിക്ക് അറിയില്ലടോ. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളില് അതിൽ പറയണേ, ഞാൻ ഷോട്ട് ഡൗൺ ഓരോന്നൊക്കെ അഞ്ചലി റീമാതെ അത് ഞാൻ പറയണേ, ഇതൊന്നും പോലീസ് കൊണ്ടുപോകും എന്നുള്ളത് അന്വേഷിക്കാൻ പറയാം. ഈ കസേര കൊടുക്കാം, എന്നിട്ട് ഒന്ന് വിളിച്ചിട്ട് അവരുടെ പ്രസ് കോൺഫറൻസും ഞാൻ പോലീസിനെ വിളിക്കാം ചെയ്യും. ഞാൻ ഒന്നും പറയണേ, what I am saying is, if there is anything against me, please proceed. Please proceed. നിങ്ങൾ ചോദിച്ചില്ലേ അഞ്ജലി എന്തുകൊണ്ട് അഞ്ജലി, എനിക്ക് അറിയില്ല, I don't know. ഇതാണ് മൈൻഡ്. ഓക്കെ, ഇതിനകത്ത് അന്നൂസ് ഫുട്പാത്ത്, അന്ന ഗ്രേസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ പുള്ളി ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുക അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമ്പർ 18 ഹോട്ടലിൽ ആ ഒരു 2 മോഡൽസിന് സംഭവിച്ചിരിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഈ നാട്ടിൽ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ തന്നെ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആളുകൾക്ക് അതറിയാം. ഓക്കെ, എന്താണ് ആ ഒരു കാര്യത്തിൽ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഓൾറെഡി അതാണ് അന്ന ഗ്രേസ് ആ ഒരു കമൻറ്റ് തന്നെ അൻവിൻ്റെ വീഡിയോക്കകത്ത് പോയിട്ടേക്കുന്ന. ഇൻഫ്ലുവൻസും ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾക്കെതിരെ സംസാരിക്കാൻ ഇൻഫ്ലുവൻസും ക്യാഷും വേണം. ഇത് രണ്ടും എൻ്റെ കയ്യിലില്ല, നിൻ്റെ കയ്യിലുണ്ടല്ലോ, അൻവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികൾ കൂടെ ഉണ്ട്. എന്നാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഹക്കീം തൻ്റെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാര്യം കഴിഞ്ഞ ദിവസം ഓജി ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല തടുക്കാൻ പറ്റുമെങ്കിൽ തടുക്കടാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഹക്കീം ഞാൻ തടുത്തു എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാം ഇനി രണ്ടാമത്തെ മിസൈൽ ഇനി പുള്ളി എന്താണ് പൊട്ടിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ തന്നെ. എന്നാണെങ്കിലും കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.